ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൂപ്പർ സെൽസ്. സൂപ്പർ സെല്ലുകൾ എന്താണ് എന്നുള്ളതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഒബ്സർവ് ദ നമ്പേഴ്സ് റിട്ടൺ ഇൻ ദ ടേബിൾ ബിലോ. വൈ ആർ സം നമ്പേഴ്സ് കളേർഡ്? ഡിസ്കസ്. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചില നമ്പേഴ്സ് കളർ ചെയ്ത് തന്നിരിക്കുന്നത്, അത് ഡിസ്കസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 79, 29, 34. ഫസ്റ്റ് റോയിൽ 3 നമ്പേഴ്സ് കളർ ചെയ്ത് തന്നിട്ടുണ്ട്. സെക്കൻഡ് റോയിലും 3 നമ്പേഴ്സ് കളർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കളർ ചെയ്ത് തന്നിരിക്കുന്നതെന്നാണ് അടുത്ത ഇതിൽ പറയുന്നത്. എ സെൽ ഈസ് കളേർഡ് ഇഫ് ദ നമ്പർ ഇൻ ഇറ്റ് ഈസ് ലാർജർ ദാൻ ഇറ്റ്സ് അഡ്ജസൻ സെൽ. അപ്പോൾ ഒരു സെല്ലിലെ നമ്പർ അതിൻ്റെ അടുത്തുള്ള സെല്ലുകളേക്കാൾ വലുതാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? കളറ് കൊടുക്കുന്നു. അപ്പോൾ നോക്കിയേ, 79 അടുത്തുള്ള അഡ്ജസൻ സെല്ലുകളേക്കാൾ ഗ്രേറ്ററാണ്, ലാർജറാണ്. അതുകൊണ്ടാണ് 79 കളർ കൊടുത്തത് അല്ലേ. 79 ഈസ് ഗ്രേറ്റർ ദാൻ 43 ആൻഡ് 79 ഈസ് ഗ്രേറ്റർ ദാൻ 75. അതുകൊണ്ട് 79 കളർ കൊടുത്തു. ഇനി നോക്കിയേ, 75 എടുത്താലോ? 75 എടുത്താൽ അതിന് തൊട്ടടുത്ത സെല്ലിലെ നമ്പർ 75-നേക്കാട്ടിൽ വലുതാണ്. 75 ചെറുതാണല്ലേ. പക്ഷേ 63-യെക്കാട്ടിൽ വലുതാണ്, പക്ഷേ 79-നേക്കാട്ടിൽ ചെറുതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള അഡ്ജസൻ സെല്ലുകളേക്കാൾ, അതായത് തൊട്ടടുത്ത് എത്ര സെല്ലുകൾ വരുന്നോ അതിനെക്കാട്ടിൽ എല്ലാം ഗ്രേറ്റർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? കളർ കൊടുക്കത്തുള്ളൂ. പിന്നെ അങ്ങനെ വരുന്ന നമ്പർ ഇവിടെ 29 ആണ്. 29 ഈസ് ഗ്രേറ്റർ ദാൻ 10 അല്ലേ. അതുപോലെ 28-നെക്കാട്ടിലും ഗ്രേറ്ററാണ്. അതുകൊണ്ട് 29 കളർ കൊടുത്തു. ഇനി 34-ൻ്റെ അടുത്ത് ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. ആ സെല്ലിനെക്കാട്ടിൽ ഗ്രേറ്ററാണ് അല്ലെങ്കിൽ ലാർജറാണ് 34. ഇനി നോക്കിയത് നമ്പർ 626 ഈസ് കളേർഡ് ആസ് ഇറ്റ് ഈസ് ലാർജർ ദാൻ 577 ആൻഡ് 345. അപ്പോൾ 626 എന്ന് പറയുന്നത് 577-നെക്കാട്ടിലും 345-നെക്കാട്ടിലും ഗ്രേറ്ററാണ്. അതായത് തന്നിരിക്കുന്ന നമ്പറിൻ്റെ അടുത്ത എത്ര അഡ്ജസൻ സെല്ലുകളുണ്ടോ അതിനെക്കാട്ടിൽ ലാർജറായിരിക്കണം നമ്മളെടുക്കുന്ന നമ്പർ. എന്നാൽ മാത്രമേ നമുക്കതിന് കളർ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. വേറാസ് 200 ഈസ് നോട്ട് കളേർഡ് ആസ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ 577. അപ്പോൾ നോക്കിയാൽ ഇവിടെ 200-ന് കളർ കൊടുത്തിട്ടില്ല അല്ലേ. എന്തുകൊണ്ടാണ്? 200 577-നെക്കാട്ടിൽ ചെറുതാണ്. അതുകൊണ്ട് 200-ന് ഇവിടെ കളർ കൊടുത്തിട്ടില്ല. ദ നമ്പർ 198 ഈസ് കളേർഡ് ആസ് ഇറ്റ് ഹാസ് ഓൺലി 1 അഡ്ജസൻ സെൽ വിത്ത് 109 ഇൻ ഇറ്റ് ആൻഡ് 198 ഈസ് ലാർജർ ദാൻ 109. 198 കളർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു അഡ്ജസൻ സെല്ലേ ഉള്ളൂ, അതായത് 109. ഈ 109-നെക്കാട്ടിൽ ലാർജറാണ് 198. അതുകൊണ്ടാണ് ഈ 198-ന് കളർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ സെല്ല് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ എടുക്കുന്ന നമ്പറിൻ്റെ അടുത്ത എത്ര അഡ്ജസൻ സെല്ലുകളുണ്ടോ, അതായത് ചിലപ്പോൾ ഒന്നേ കാണത്തുള്ളൂ, സൈഡിലുള്ളതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് അഡ്ജസൻ സെല്ലായിട്ട് ഒരെണ്ണേ കാണത്തുള്ളൂ. നടുക്കുള്ള ഏതെങ്കിലുമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് 2 അഡ്ജസൻ സെല്ലുകൾ കാണും. അപ്പം ആ 2 എണ്ണവും നമ്മൾ നോക്കണം. 2 ഈ നമ്മൾ എടുക്കുന്നതിനെക്കാട്ടിൽ ചെറുതായിരിക്കണം സൈഡിൽ വരുന്നത്. നമ്മൾ എടുക്കുന്ന നമ്പർ എന്തായിരിക്കണം? ലാർജർ ആയിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ നമുക്ക് സൂപ്പർ സെല്ലായിട്ട് എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഡു ദ സൂപ്പർ സെൽ ആക്ടിവിറ്റി വിത്ത് മോർ റോസ്. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു റോ ഉള്ളതാണ്, ഇവിടെ കൂടുതൽ റോകളുള്ളതിനകത്ത് സൂപ്പർ സെല്ലുകളെയാണ് നമ്മൾ നോക്കുന്നത്. ഹിയർ ദ നെയ്ബറിങ് സെൽസ് ആർ ദോസ് ദാറ്റ് ആർ ഇമ്മീഡിയറ്റ്ലി ടു ദി ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ് ആൻഡ് ബോട്ടം. അപ്പോൾ നമ്മൾ ഒരു സൂപ്പർ സെൽ എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സൂപ്പർ സെല്ലിൻ്റെ നെയ്ബറിങ് സെൽസ് എന്ന് പറയുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും ഉള്ളതായിരിക്കും നെയ്ബറിങ് സെല്ലുകളായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 8632 എടുത്താൽ അതിൻ്റെ നെയ്ബറിങ് സെല്ലുകളായിട്ട് വരുന്നത് ലെഫ്റ്റിൽ, റൈറ്റിൽ, ടോപ്പിൽ, ബോട്ടത്തിൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ദ റൂൾ റിമെയിൻസ് ദ സെയിം. എ സെൽ ബിക്കംസ് എ സൂപ്പർ സെൽ ഇഫ് ദി നമ്പർ ഇൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓൾ ദി നമ്പേഴ്സ് ഇൻ ഇറ്റ്സ് നെയ്ബറിങ് സെൽ. അപ്പോൾ റൂള് സെയിം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു സെല്ല് സൂപ്പർ സെല്ലാകുന്നത് എപ്പോഴാണ്? അതിൻ്റെ നെയ്ബറിങ് സെല്ലുകളെക്കാട്ടിൽ, എല്ലാ നെയ്ബറിങ് സെല്ലുകളെക്കാട്ടിലും ആ നമ്പർ ഗ്രേറ്റർ ആകുമ്പോഴാണ് സൂപ്പർ സെല്ലാവുന്നത്. അതായത് 8632 എടുത്താൽ ഈ 8632-ൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും ഉള്ളതിനെക്കാട്ടിൽ
ഗ്രേറ്റർ ആയിരിക്കണം ഈ 8632 എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ടേബിൾ 1 8632 ഈസ് ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് ഓൾ നെയ്ബേഴ്സ് 4580, 8280, 4795, 1944. ഈ 4 നമ്പേഴ്സിനെ കാട്ടിലും ഗ്രേറ്റർ ആണ് 8632 എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ നമുക്കൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ടേബിൾ 2 വിത്ത് 5 ഡിജിറ്റ് നമ്പേഴ്സ് ഹൂസ് ഡിജിറ്റ്സ് ആർ 1, 0, 6, 3 ആൻഡ് 9. അപ്പോൾ നമുക്ക് 5 ഡിജിറ്റ് നമ്പേഴ്സ് വെച്ചിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റ് 1, 0, 6, 3 ആൻഡ് 9. ഈ 5 ഡിജിറ്റ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഓൺലി എ കളേർഡ് സെൽ ഷുഡ് ഹാവ് എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓൾ ഇറ്റ്സ് നെയ്ബേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് കളർ ചെയ്ത സെല്ലുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ സെല്ലുകൾ നെയ്ബറിങ് സെല്ലുകളെക്കാട്ടിൽ എന്തായിരിക്കണം? ഗ്രേറ്റർ നമ്പർ ആയിരിക്കണം ഇവിടെ വരുന്നത്. ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ദ ടേബിൾ ഈസ് ഡാഷ്. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഈ താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ എഴുതണം. അപ്പോൾ നോക്കിയാൽ ഇവിടെ നമുക്ക് കളർ ചെയ്ത സെല്ലാണുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന നമ്പർ ഇതിൻ്റെ റൈറ്റും ബോട്ടവും മാത്രമേ ഇവിടെ നെയ്ബറിങ് സെല്ലുകളുള്ളൂ. അതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്പർ നമുക്ക് ഈ 96301 എന്നൊരു നമ്പർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ ഇവിടെ എഴുതണം. പക്ഷേ ഡിജിറ്റ് 10639 ഈ 5 ഡിജിറ്റുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 963 ഇത്രയും നമ്മളിവിടെ എടുത്തു. ഈ ഡിജിറ്റുകൾ എങ്ങോട്ട് മാറ്റി എഴുതിയാലും ഈ നമ്പറിനെക്കാട്ടിൽ ചെറിയ നമ്പറായി പോകും ഇവിടെ. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 01നെ എന്താക്കി എഴുതാം? 10 ആക്കി എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇത് ഗ്രേറ്റർ നമ്പറായി. ഇനി ഇതിനെക്കാട്ടിൽ ചെറിയ നമ്പറായിരിക്കണം താഴെ വരുന്നത്. അപ്പോൾ നമുക്ക് 13690 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇതെന്തായി? സൂപ്പർ സെല്ലായി. ഇനി ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. ഇത് ഫില്ല് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടും ഉള്ളതിനെക്കാട്ടിൽ ഗ്രേറ്റർ നമ്പർ ആയിരിക്കണം ഇവിടെ വരുന്നത്. അപ്പോൾ നോക്കിയേ, ഈ 36109നെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കണം ഇവിടെ വരുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 36910 എന്ന് എഴുതാം അല്ലേ? 910. ഇപ്പോൾ ഇതും എന്തായി? സൂപ്പർ സെല്ലായി. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുമ്പം ഇവിടെ നമുക്ക് 19360, അതായത് ഈ നമ്പറിനെ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തി നമ്മൾ ഇങ്ങോട്ട് എഴുതി. ഇനി ഇവിടെ നമുക്ക് എന്തെഴുതാം? ഈ നമ്പറുകൾ കൊണ്ട് തന്നെ വേണം എഴുതാൻ കേട്ടോ. അപ്പോൾ അതാ ഇവിടെ 10963 എന്നൊരു നമ്പറുണ്ട്. ഇതും കൂടെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളിവിടെ എഴുതാൻ. അപ്പോൾ ഈ നമ്പറിനെക്കാട്ടിൽ ചെറുതായിരിക്കണം ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 10963ക്ക് പകരം ഈ 3യെ ഞാൻ ഇങ്ങോട്ട് എഴുതി 396 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെക്കാട്ടിൽ ചെറിയ നമ്പറായി ഇത്. ഇനി ഇതിനെ രണ്ടിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറായിരിക്കണം ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഗ്രേറ്ററാണ് ഈ നമ്പർ. ഇതിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളത് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് 19630 എന്ന് എഴുതാം. 19630. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓക്കെ ആയി. ഇനി ഇവിടെ 10963 ഉണ്ട്. ഇതിനെക്കാട്ടിൽ ചെറിയ നമ്പേഴ്സ് നമുക്ക് ഇവിടെ വേണം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? 10936 എഴുതാം. ഇവിടെ 63 ആണ്, ഇവിടെ നമ്മൾ 36 എഴുതി. അടുത്തത് ഇവിടെ എന്തെഴുതാം? 10369 എഴുതാം. 369 എഴുതി. ഇവിടെ 963 ആണ്. അപ്പോൾ ഇതും സൂപ്പർ സെല്ലായി. ഇനി ഇവിടെ നമുക്ക് ഒരു നമ്പറും കൂടെ എഴുതണം. അപ്പോൾ ഇവിടെ 13906. ഓക്കെ, നമ്മളപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ദ ബിഗ്ഗസ്റ്റ് നമ്പർ ഇൻ ദ ടേബിൾ. ഈ ടേബിളിലെ ബിഗ്ഗസ്റ്റ് നമ്പർ ഏതാണ് എന്ന് എഴുതണം. ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഈ 96 തുടങ്ങുന്നതാണ്. 96310 ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ. സൂപ്പർ സെല്ലിലായിരിക്കും ബിഗ്ഗസ്റ്റ് ആയിട്ട് വരുന്നത്. ദ സ്മോളസ്റ്റ് ഈവൻ നമ്പർ ഇൻ ദി ടേബിൾ. ടേബിളിലെ സ്മോളസ്റ്റ് ഈവൻ നമ്പർ ഏതാണ് എന്ന് എഴുതണം. സ്മോളസ്റ്റ് ഈവൻ നമ്പർ ഏതാണ്? 10,000 തുടങ്ങുന്നതായിരിക്കും. അതിൽ ഈവൻ നമ്പേഴ്സ് നോക്കണം. 10,000 ആകെയുള്ളത് ഇതും ഇതും ഇതുമാണുള്ളത്.
ഇതിൽ ഈവൻ നമ്പർ നോക്കണം. ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഇതിലെ സ്മോളസ്റ്റ് 10936 ആണ് അല്ലേ. സോറി, ഇതാണ് 10396 ആണ് സ്മോളസ്റ്റ്. ഓക്കെ, 10396 ആണ് സ്മോളസ്റ്റ്. ദ സ്മോളസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ 50,000 ഇൻ ദി ടേബിൾ ഈസ്. അപ്പോൾ 50,000-നെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള സ്മോളസ്റ്റ് നമ്പർ, 50,000-നെക്കാട്ടിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ളത് അടുത്തത് 60,000 ആണ് ഇതിനകത്ത് വരുന്നത് അല്ലേ. 60,000-ൽ 2 നമ്പേഴ്സ് ഉണ്ട്. ഇതിലെ സ്മോളസ്റ്റ് ഏതാണെന്ന് നോക്കണം. ഏതാണ്? 60193 ആണ്. 60193. Once you have filled the table above, put commas appropriately after the thousands digit. അപ്പോൾ ഇവിടെ തൗസൻഡ്സ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് കോമ ഇട്ട് എഴുതാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമ എവിടെയൊക്കെ എഴുതാം? ഇതാ ഇവിടെ എഴുതാം. 96,310, പിന്നെ 36,910, 13,690, 13,906, 10,936, 10,396, 19,360, 19,630. അപ്പോൾ നിങ്ങൾ എഴുതിയതിനൊക്കെ ഇങ്ങനെ കോമ ഇട്ടിട്ട് എഴുതുക കേട്ടോ. ഇത്രയും പോർഷൻസ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് പാറ്റേൺസ് ഓഫ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ എന്നുള്ള പോർഷനാണ് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.